നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് ഞങ്ങൾ താമസിക്കുന്ന മരുതൻകുഴിയിലാണ്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. ബേസിക്കലി മഴ പെയ്യുമ്പോഴൊരു സന്തോഷം എന്തെന്നാൽ നമ്മൾ മനുഷ്യരിൽ നല്ലൊരു വിഭാഗം ആൾക്കാർ എന്തൊക്കെ ജോലി ഉണ്ടെങ്കിൽ പോലും നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന, അല്ലെങ്കിൽ സംതൃപ്തി തരുന്നൊരു വിഷയമാണ് കൃഷി. അപ്പം നമ്മൾ ഈ നവംബർ മാസത്തിലൊക്കെ ഇവിടെ നല്ല എല്ലാ ചെടികൾക്കും ഏകദേശം നല്ല പോലെ വളമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒക്ടോബറിലാണ് ഇട്ടത്. അപ്പോൾ ഈ നവംബറിലൊക്കെ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ മാനസികമായിട്ട് വലിയ സന്തോഷമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കൃഷി തരുന്നൊരു സുഖം. കാരണം കൃഷി തന്നെ നമുക്ക് പല പാഠങ്ങളും ലൈഫിൽ തരാറുണ്ട്. പണ്ട് അച്ഛനും ഫാക്റ്റിലാണ് ജോലി ചെയ്തിരുന്നെങ്കിലും ഫാക്റ്റിൻ്റെ കൊച്ചിൻ ഡിവിഷൻ എന്ന് പറഞ്ഞ് അമ്പലമേടിലൊരു ഡിവിഷൻ ഉണ്ടായിരുന്നു. അവിടെ സ്റ്റോഴ്സ് മാനേജറായിട്ട് അച്ഛൻ അവസാനം റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ അച്ഛനും കൃഷി വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അന്ന് അവരിൽ നിന്ന് കണ്ടും അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്കൊരു പ്രചോദനം ഉണ്ടായിട്ടായിരിക്കാം നമ്മളും കൃഷി ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. അപ്പോൾ അന്നൊക്കെ പറയുന്നൊരു വലിയൊരു കാര്യം ഈ കോവിഡ് കാലത്ത് ഞാൻ ആലോചിക്കുമായിരുന്നു. കാരണം ഈ പതിവായിട്ട് പറയുന്ന വാക്ക് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നിന് വളം എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയും. നമ്മൾ ഒരു വിത്ത് ഇടുമ്പോഴത്തേക്ക് ആ വിത്ത് അഴുകിയിട്ടാണ് അതിൽ നിന്ന് പുതിയ ഒരു ചെടി കിളിച്ചു വരുന്നത്. അതായത് വിത്തിൻ്റെ തോട് അഴുകും. എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ വിത്തിട്ടിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ. അപ്പോൾ ലൈഫിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കോട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കോട്ടം കുറച്ച് കഴിയുമ്പോൾ അതായത് ഒരു അഴുകൽ സംഭവിക്കും ജീവിതത്തിൽ. അതിൽ നിന്നാണ് നമുക്കൊരു പുത്തൻ ജീവിതം ഉണ്ടാകുന്നത്. അത് കൃഷി അല്ലെങ്കിൽ നേച്ചർ പ്രകൃതി നമുക്ക് തരുന്ന ഒരു പാഠമാണ്. വളരെ ശ്രദ്ധിച്ചാൽ മതി. ലോകത്തെ ഏറ്റവും വലിയ മരങ്ങളും വനങ്ങളും എല്ലാം ഒരു വിത്തിൽ നിന്നുണ്ടായത്. ആ വിത്ത് അഴുകിയിട്ട് അതിൽ നിന്ന് മുളച്ചു വന്നതാണ്. അതുപോലെ തന്നെ ഈ കോവിഡ് കാലത്തും പലരും പറഞ്ഞു ജീവിതം വളരെ മോശമായി എന്നൊക്കെ. പക്ഷേ നമ്മുടെ പുറംചട്ടയിൽ ഒരു അഴുകൽ സംഭവിച്ചിട്ടുണ്ട് പലർക്കും. അതിൽ നിന്ന് പുത്തൻ ഐഡിയാസ് വരും, പുത്തൻ ജീവിതം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ചെറിയൊരു കാര്യം പറയാം. ഇന്ന് ഈ കോവിഡ് കാലത്ത് ധാരാളം ആൾക്കാർ ആലോചിച്ചു നമുക്ക് എന്തുകൊണ്ട് കൃഷി ചെയ്തുകൂടാ. ഇന്ന് അതിൻ്റെ ഒരു തെളിവായിട്ട് നമ്മൾ ഏതെങ്കിലും ഈ ചെടികളിലേക്ക് നഴ്സറിയിലേക്ക് പോകുമ്പോൾ പതിവിൽ കൂടുതൽ ആൾക്കാർ തൈകൾ വാങ്ങിക്കാൻ വരികയാണ്. അതായത് വീട്ടിൽ തന്നെ നമുക്കൊരു ചെറിയൊരു കൃഷിത്തോട്ടം ഉണ്ടാക്കാം, മരുന്നടിക്കാത്ത ഭക്ഷണം കഴിക്കാം എന്ന് എല്ലാവർക്കും തോന്നി തുടങ്ങി. ധാരാളം ആൾക്കാർ വീട്ടിൽ തന്നെ കൃഷി തുടങ്ങി. അപ്പം ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, പലപ്പോഴും പലരും പറയുന്നു കൃഷ്ണന്മാരെ അവിടെ നിന്ന് ഞാൻ ഈ പ്ലാസ്റ്റിക്കിലാണല്ലോ നമുക്ക് തൈ കിട്ടുന്നത്, ചെറിയ കവറിലും വലിയ തെങ്ങ് വരെ ഉണ്ട് വലിയ കവറിൽ, വലിയ ഏകദേശം 3-3.5 വർഷം പഴക്കമുള്ള മരങ്ങൾ വരെ നമുക്ക് കിട്ടും വലിയ കവറിലാണ്. പക്ഷേ ഇത് വീട്ടിൽ കൊണ്ട് നടുമ്പോഴുണ്ടാകുന്ന ചെറിയൊരു മൈനസ് ഉണ്ട്, ഒരു ചെറിയ തകരാറ്. അതായത് പലരും പറയുന്നു ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്തപ്പോൾ ഈ മണ്ണെല്ലാം കൂടി ഇടിഞ്ഞു പോയി, നേരെ നമുക്ക് നടാൻ പറ്റിയില്ല, വേര് നശിച്ചു പോയി, ചെടികൾ വളർത്താൻ പറ്റില്ല, നശിച്ചു പോയി, ഇതിങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ദിവസം സിന്ധുവിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് കുറച്ച് ചെടികൾ നടണമായിരുന്നു. അപ്പോൾ കുറച്ച് പ്രായം ചെന്ന തെങ്ങ്, ചെറിയ ചെറിയ പച്ചക്കറി ഇതെല്ലാം ഒരു വണ്ടിയിൽ കൊണ്ട് നടുന്ന സമയത്ത് അവിടെ ഈ അനിൽ എന്ന കർഷകനാണ് ഇത് വന്ന് നമുക്ക് ചെയ്തു തന്നത്. അപ്പോൾ പുള്ളി ഒരു മനോഹരമായൊരു ടെക്നിക്ക് യൂസ് ചെയ്തു. ആ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി, വളരെ ഒരു താല്പര്യം തോന്നി. കാരണം ഒരു തുള്ളി മണ്ണ് നഷ്ടപ്പെടാതെ, ഒരു വേരിന് പോലും ഡാമേജ് വരാതെ മനോഹരമായിട്ട് ഈ പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്ത് നടുന്നൊരു പ്രക്രിയ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാലോ, ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ. ഇതിപ്പോൾ സ്ഥിരം കർഷകർക്ക് ഇത് നിസ്സാരൊരു കാര്യമായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ചെറിയ ചെറിയ വീടുകളിൽ കൃഷി ചെയ്യുന്നവർ, ചെറിയ സ്ഥലത്ത് കൃഷി ചെയ്യുന്നവർ, അവർക്കൊക്കെ ഇതൊരു വലിയ ഉപകാരമായിരിക്കും എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിതൊന്ന് വീഡിയോയിൽ പകർത്തിയിട്ട് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാണ്, കണ്ടു നോക്കുക. ഇതാണ് സാധാരണ നമ്മൾ വീട്ടിൽ ഒരു ചെടി കൊണ്ടുവരുമ്പോൾ ഉള്ളൊരു രീതി. അപ്പോൾ അതിൻ്റെ ആ പ്ലാസ്റ്റിക് കവറിൻ്റെ താഴ്ഭാഗം, ചുവട് ഭാഗം ഒന്ന് വലിച്ച് പിടിച്ചിട്ട് വേണം നല്ല മൂർച്ചയുള്ള ഒരു ബ്ലേഡ് വെച്ച് പതുക്കെ അറുത്ത് മാറ്റുക. ഇതിനെപ്പോഴും സഹായിക്കാൻ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അന്ന് അനിലിൻ്റെ കൂടെ യേശുദാസ് ഉണ്ടായിരുന്നു. അപ്പോൾ യേശുദാസും അനിലും കൂടിയാണ് ഇതെല്ലാം സഹായിച്ച് ചെയ്തത്. അടിഭാഗം നീറ്റായിട്ട് മുറിച്ച് ആ പ്ലാസ്റ്റിക് ഭാഗം മാറ്റുക. അപ്പോൾ അടിഭാഗം ഇപ്പോൾ ആ ചെടിയുടെ ആ പ്ലാസ്റ്റിക് കവറിൻ്റെ ചുവട് ഭാഗം തുറന്നു കഴിഞ്ഞു. ഇനി ഇതിനെ വളരെ സൂക്ഷിച്ച്, അതായത് മണ്ണൊരംശം പോലും പോകാതെ ഒരാളുടെ സഹായത്തോടു കൂടി നമ്മളത് കുഴിയിലോട്ട് വെച്ചു. ഇങ്ങനെയാണ് അതിൻ്റെ അടിഭാഗം നമ്മൾ മുറിച്ച് മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്തും നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇനി അതേ ബ്ലേഡ് ഉപയോഗിച്ച് തന്നെ വലിച്ചു പിടിക്കണം പ്ലാസ്റ്റിക് ഷീറ്റിനെ. കാരണം അല്ലെങ്കിൽ അകത്തെ ഏതെങ്കിലും വേരിന് മുറിവ് പറ്റും. വളരെ സൂക്ഷിച്ച് ആ പ്ലാസ്റ്റിക്കിനെ അങ്ങ് മാറ്റുക. ഇപ്പോൾ നോക്കുക എന്ത് വൃത്തിയായിട്ട് നമുക്ക് നടാൻ കഴിഞ്ഞു. കാരണം മണ്ണൊന്നും നഷ്ടപ്പെട്ടില്ല, വേരിന് പരിക്ക് പറ്റിയില്ല. ഇനിയിപ്പോൾ കറക്റ്റ് ചെടിയെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് നമ്മൾ മണ്ണിടുക. മണ്ണിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു പ്രക്രിയയാണ്, നമ്മൾ ഈ തൊണ്ടടുക്കുക. തൊണ്ടിനെ മുകളിലോട്ട് വെച്ചിട്ട്, അപ്പോൾ ധാരാളം ഇപ്പോൾ മഴ പെയ്യുകയൊക്കെ ആണെങ്കിൽ വെള്ളം തൊണ്ടിൽ വീണിട്ട് തൊണ്ട് നിറച്ച് വെള്ളം പിടിച്ചു വെച്ചോളും. അപ്പോൾ നമുക്ക് കുറച്ചു കാലം ചെടിക്ക് വെള്ളം ഒഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ തൊണ്ടിൽ നിന്ന് വെള്ളം അതിലോട്ട് കിട്ടും. വേരതിൻ്റെ സ്വാഭാവിക വഴി കണ്ടെത്തി
കുറച്ച് കഴിയുമ്പോൾ ഈ തൊണ്ട് അഴുകിയിട്ട് വളവുമാവും. വീഡിയോ കണ്ട് നിങ്ങൾക്കൊക്കെ ആ ഒരു ചെടി നടുന്ന രീതി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ വീഡിയോ എടുത്തത് പോലും അത്ര പ്രൊഫഷണലായിട്ടൊന്നുമല്ല. ഞാൻ ജസ്റ്റ് ഈ ചെടി നടിക്കാൻ അവിടെ കൂടെ പോയപ്പോഴാണ് ഈ ഒരു വിദ്യ കണ്ടപ്പോൾ ആലോചിച്ചു, ഇത് കൊള്ളാലോ പരിപാടി. കാരണം എനിക്കും ഒരു പുതിയ അറിവായിരുന്നു. അപ്പോൾ ഇത് മറ്റുള്ളവരിൽ കുറേയധികം ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ ഒരു അറിവും ഉപകാരവും ആവാൻ സാധ്യത. അതുകൊണ്ട് അതൊരു തട്ടിക്കൂട്ട് വീഡിയോ ഒക്കെയാണ് പലതും എടുത്തിരിക്കുന്നത്. കാരണം ചില ആംഗിളിലൊന്നും എടുക്കാൻ വരുന്ന നന്നാണെങ്കിൽ ഒരു മഴയും പെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ മൊബൈൽ വെച്ച് മഴയത്ത് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ വീഡിയോയിലൂടെ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എപ്പോഴും പറയും, എന്തൊക്കെ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഈ കൃഷി സംബന്ധം വരുമ്പോഴത്തേ എനിക്ക് കുറച്ച് ആവേശം കൂടുതലാണ്. ഞാൻ എല്ലാവരും പറയും, കഴിയുന്നത്ര സ്ഥലങ്ങളിലൊക്കെ മരം നട്ടേക്കണം. അപ്പോൾ അതിന് ചില കാരണങ്ങൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആവും. കാരണം ഞാൻ ചെന്നൈയിലൊക്കെ താമസിച്ച വീടിൻ്റെ പരിസരത്തൊക്കെ അന്ന് 4 മരങ്ങൾ നട്ടുവെച്ചിരുന്നു. ഇന്നത് വളരെ വലിയ മരങ്ങളായി നിൽക്കുക. എന്നിട്ട് 4 മക്കളുടെ പേരും ഇട്ട് കൊടുത്തു. അപ്പം നമുക്ക് ഒരു ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കും. ഇത്തരം കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മുടെ സ്വന്തം എന്ന് തോന്നും. അപ്പം ഞാൻ എല്ലായിടത്തും പറയും, ആവുന്നിടത്തൊക്കെ നമ്മൾ ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കുക. നമ്മൾ ചില ഭൂമിയൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ അതിൽ വലിയ തെങ്ങും തേക്കും ആഞ്ഞിലി അല്ലെങ്കിൽ വേറെ മാവും എല്ലാം നിൽപ്പുണ്ടായിരിക്കും. ഇതൊക്കെ ആക്ച്വലി ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന വ്യക്തി പോലും ആയിരിക്കില്ല, നമ്മൾ ആരിൽ നിന്ന് വാങ്ങിച്ചോ അവർ പോലും ആയിരിക്കില്ല നട്ടിരിക്കുന്നത്. അതിനും മുമ്പ് നട്ടവരായിരിക്കും, വെറുതെ ഒരു രസത്തിനും നന്മയ്ക്കുമായിട്ട് നട്ടതായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചില മരങ്ങളും ചെടികളൊക്കെ നടുമ്പോഴത്തേക്ക് തലമുറകൾക്കപ്പുറത്ത് പോലും അത് ഉപകാരമാവും. ഒന്നുമില്ലെങ്കിലും നല്ല വായു പ്രകൃതിയിലേക്ക് തള്ളിവിടുന്നൊരു സംഭവമാണല്ലോ മരങ്ങൾ. പണ്ട് പറയും, മരം ഒരു വരം. അതുകൊണ്ട് കഴിയുന്നത്ര മരങ്ങളൊക്കെ നടുക. അത് മാനസിക സുഖവും അടുത്ത തലമുറയ്ക്ക്, അതായത് നമ്മളാണ് ഈ ഭൂമിയുടെ ഇന്നത്തെ കസ്റ്റോഡിയൻസ് എന്ന് പറയും. അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ടവർ നമ്മളാണ്. അതുകൊണ്ട് മരങ്ങൾ നടുക, സന്തുഷ്ടമായ ഒരു ഭൂമിയെ സൃഷ്ടിക്കുക. നന്ദി.